ഇടതുകോട്ടയായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. ഇത്തവണ 20 മണ്ഡലത്തിലും LDF വ്യക്തമായി മുന്നേറ്റം നടത്തുമെന്നും വിജയരാഘവൻ മീഡിയ വണിനോട് പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട A. വിജയരാഘവൻ ഇവിടെ റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ. ഏതായാലും അദ്ദേഹം മീഡിയ വണിനൊപ്പം ചേരുകയാണ്. തീർച്ചയായും ഇവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വലിയൊരു പ്രചരണത്തിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നിലവിലൊരു വിലയിരുത്തൽ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പോകുന്നത്? ഇന്നത്തെ ദേശീയ പശ്ചാത്തലം തന്നെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ നാടിന്റെ എല്ലാ വളർച്ചയുടെയും ഗുണാംശങ്ങൾ പൂർണ്ണമായ അതിസമ്പന്ന ജനവിഭാഗങ്ങൾക്ക് തട്ടിയെടുക്കാൻ സഹായം ചെയ്യുകയും പാവങ്ങളുടെ അവകാശങ്ങളെ പരിപൂർണമായി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് BJPയുടെ കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ അളവ് വിവരണാതീതമാണ്. ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാജ്യം എന്നതിൽ നിന്ന് മാറ്റി മതാധിഷ്ഠിത സമൂഹമാക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ നീക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്ത്യമായിരിക്കും, ഭരണഘടനയുടെ അന്ത്യമായിരിക്കും, ബഹുസ്വരതയുടെ അന്ത്യമായിരിക്കും. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ ഒരു ഭരണം ഇനിയൊരിക്കലും വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJPക്ക് ഏത് സമയത്തും വിലക്കെടുക്കാവുന്ന ഒരാൾ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും അത് സംഭവിക്കരുത് എന്ന ജാഗ്രതയോടുകൂടിയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അത് ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ നിലപാടായിരിക്കും എന്നാണ് ഈ അടുത്ത കുറഞ്ഞ ദിവസങ്ങളിലെ അനുഭവം ബോധ്യപ്പെടുത്തുന്നു. ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് പൊതുവിലായി ഒരു ഇടതു കോട്ട എന്നൊരു വിശേഷണം ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ തവണ കൈവിട്ടു പോയത്. അപ്പൊ ഇത്തവണ അത് തിരിച്ചുപിടിക്കാൻ എന്നൊരു വലിയ ദൌത്യം കൂടെ താങ്കളുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും പാലക്കാട്ട് നമ്മൾ വീണ്ടും വിജയിക്കുക എന്നത് അതിപ്രധാനമായ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അനൌദ്യോഗികമായിട്ടാണെങ്കിലും സിറ്റിംഗ് MP തന്നെ UDF വേണ്ടി ഇവിടെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു? കോൺഗ്രസ് അല്ലേ, UDFന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. UDFന്റെ MPമാർ കേരള വിരുദ്ധമായ നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരള വിരുദ്ധ നിലപാടാണ് അവർ സ്വീകരിച്ചു വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയൊരു പരാമർശമുണ്ടായിരുന്നു. അതായത് സീനിയർ നേതാക്കളെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നടത്തിയപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് മലയാളത്തില് ഉപമകൾ ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മയുടെ അടയാളമാണത്. ഈ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞ ശ്രദ്ധയുള്ള ആളുകളാണ്. പൊതുവിൽ ഈ 20 മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? മികച്ച വിജയമായിരിക്കും. തീർച്ചയായും A. വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ പൂർണ്ണതോതിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നഗരത്തിൽ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ ഒരു മത്സരം കനക്കുമെന്നുള്ളത് കൂടിയാണ് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.